ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഡബിൾ എവിക്ഷൻ ആണെന്ന് ലാലേട്ടൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ. പക്ഷേ എല്ലാവരും ഒന്ന് സേവ് ആക്കി, താൽക്കാലികമായിട്ടാണ് സേവ് ആക്കിയത്. ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ജാൻമണി മാത്രമാണ് ഇന്ന് എവിക്റ്റഡ് ആയിരിക്കുന്നത്, ബാക്കി എല്ലാവരും സേവ് ആയിരിക്കുകയാണ്. ഓൾറെഡി സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് കുറച്ച് നേരം മുമ്പാണ് കഴിഞ്ഞത്. ആരാണ് എവിക്റ്റ് ആയിരിക്കുന്നത്? 110 ദിവസമുള്ള ബിഗ് ബോസ് ആയിട്ട് മാറുവാണോ ബിഗ് ബോസ് സീസൺ 6? ഭൂകമ്പം ടാസ്ക് വരാൻ പോവാണോ ബിഗ് ബോസ് സീസൺ 6-ല്? ട്വിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ 6. എന്താണെന്ന് പറയാം. ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ വൈകിട്ട് പ്രൊമോ വന്നപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു. പ്രൊമോയ്ക്കകത്ത് എടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇന്ന് 1-ൽ കൂടുതൽ ആൾക്കാർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങും എന്ന് അവരെടുത്ത് അങ്ങോട്ട് പറയുന്നത് പ്രൊമോ ആക്കി നമ്മളെ കാണിച്ചു. അപ്പം ഞാൻ ചിന്തിച്ചു, സാധാരണ അങ്ങനെ പറയില്ലല്ലോ. എനിക്കറിയില്ല എത്ര പേരാണെന്നുള്ള കാര്യം, 1-ഓ 1-ലധികമോ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെ സംഭവം പറഞ്ഞപ്പോഴേ ഓക്കെ. എന്നാലും കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ നടന്നിട്ടില്ല, 18 പേര് വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും അല്ലെങ്കിൽ 10-17 പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 പേര് ഡബിൾ എവിക്ഷൻ നടക്കുന്നത് തന്നെയായിരുന്നു കരുതൽ, ചിന്ത അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ സാറ്റർഡേയിലത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ആര് എവിക്റ്റ് ആയി? ജാൻമണി എവിക്റ്റ് ആയ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. സൺഡേയിലത്തെ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരണ്യയും ശ്രീരേഖയും ഉണ്ട്. ആരെങ്കിലും ഒരാളായിരിക്കും അതിൽ നിന്നും എവിക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നാളത്തെ എവിക്ഷൻ തീർന്നിട്ടില്ല, നാളെ ഉണ്ട്, നാളെ അത് കാണിക്കുമെന്നാണ്. ആരാണ് എവിക്റ്റ് ആയെന്ന് അറിയണ്ടേ? ട്വിസ്റ്റ് ആണ്. നോ എവിക്ഷൻ ആണ്. നാളെ എവിക്ഷൻ ഒന്നുമില്ല, നോ എവിക്ഷൻ ആണ്. മിക്കവാറും വീട്ടുകാരെയൊക്കെ ഒന്ന് പേടിപ്പിക്കുമായിരിക്കും. പേടിപ്പിച്ചിട്ട് നോ എവിക്ഷൻ എന്ന് പറയും. നോ എവിക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്, നോ എവിക്ഷൻ ആണ്. ശരണ്യ എവിക്റ്റ് ആയില്ല, ശ്രീരേഖ എവിക്റ്റ് ആയില്ല. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്ന 1-2 സാധനങ്ങൾ പറയാം. അപ്പോൾ ഇനിയും വീട്ടിൽ ഇത്രയും 42ാമത്തെ ഡേ ആണ് നാളെ. അപ്പോൾ ഇത്രയും ആൾക്കാർ വീട്ടിൽ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഇനി ഇവരെ എപ്പോൾ പറക്കി പുറത്ത് കളയാനാണ്? കാരണം 50 ദിവസം പപ്പാതി ആൾക്കാരാകാണല്ലോ. പക്ഷെ ഇതുവരെ ആൾക്കാർ പോയിട്ടില്ല. അപ്പോൾ ഇനി ഇവരെയൊക്കെ എപ്പോൾ പറക്കി കളയും? അതുകൊണ്ട് എനിക്ക് തോന്നുന്ന 1-2 സംശയങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഭൂകമ്പം ടാസ്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഭൂകമ്പം ടാസ്ക്, അതായത് തമിഴ് ബിഗ് ബോസ് സീസൺ 7-ൽ ഉണ്ടായിരുന്ന ടാസ്ക് ആയിരുന്നു. ഇവർക്ക് ബിഗ് ബോസ് വീട്ടിൽ ഭൂകമ്പം എന്ന് പറഞ്ഞവരെ പ്രസന്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അത് ഇവർക്ക് 3 ടാസ്കുകൾ കൊടുക്കും. ഭൂകമ്പത്തിൽ 3 ടാസ്കുകൾ കൊടുത്തിട്ട് അതിനകത്ത് ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3. ഈ 3 ടാസ്കിൽ നിങ്ങൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ, തരുന്ന 3 ടാസ്കിൽ നിങ്ങൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസ് 3 ടാസ്കിലും തോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേര് എവിക്റ്റ് ആവും. ട്രിപ്പിൾ എവിക്ഷൻ. 2 ടാസ്കിലാണ് നിങ്ങൾ തോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡബിൾ എവിക്ഷൻ. 1 ടാസ്കിലാണ് നിങ്ങൾ തോക്കുന്നതെന്നുണ്ടെങ്കിൽ നോർമലി സിംഗിൾ എവിക്ഷൻ. ഇങ്ങനൊരു സംഭവം തമിഴ് ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പകരം നിങ്ങൾ എത്ര ടാസ്കിലാണോ തോക്കുന്നത് അത്രയും ആൾക്കാർ ഈ വീട്ടിൽ നിന്നും പുറത്താവുകയും ചെയ്യും. അതിന് പകരം ഈ വീട്ടിൽ മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ എവിക്റ്റ് ആയി പോയിട്ടുള്ള മുമ്പുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്യും എന്നും പറയുന്നുണ്ട്. അങ്ങനെ തമിഴ് ബിഗ് ബോസ് സീസൺ 7-ൽ 3 ടാസ്ക് അവർക്ക് കൊടുത്തതിൽ അവർ 2 എണ്ണത്തിൽ തോറ്റു, 1 എണ്ണത്തിൽ ജയിച്ചു. അങ്ങനെ 2 കണ്ടസ്റ്റൻസ് ഔട്ടായി. മുമ്പുണ്ടായിരുന്ന 2 കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്തു. ഇതാണ് ഭൂകമ്പം ടാസ്ക്. പക്ഷേ മലയാളത്തിന്റെ കേസ് വരുമ്പം റീ എൻട്രി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി കയ്യിൽ നിൽക്കൂല. സിജോ റീ എൻട്രി ഉണ്ട്, അത് ഞാൻ കൺഫേം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെനസ്ഡേ ഓർ തേഴ്സ്ഡേ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാതെ റീ എൻട്രി ഇനിയിപ്പോൾ ആർക്കും കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ആർക്കും റീ എൻട്രി സീസണിൽ സിജോയ്ക്ക് അല്ലാതെ കൊടുക്കില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഭൂകമ്പം ടാസ്ക് വെച്ച് ഈ ടാസ്കിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ 3 പേരെ ഒറ്റയടിക്കെടുത്ത് വെളിയിൽ കളയും. ഈ 3 ടാസ്കിൽ തോറ്റാൽ 3 പേര് പോകും, 2 ടാസ്കിൽ തോറ്റാൽ 2 പേര് പോകും എന്ന് പറഞ്ഞ ഒരു ട്രിപ്പിൾ എവിക്ഷൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതവിടെ ഇരുന്നോട്ടെ, ഞാൻ സാധ്യതയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് വീക്ക് എവിക്ഷൻ. അതായത് ലാലേട്ടൻ വന്നിട്ട് മിഡ് വീക്കെൻഡ് നടത്തുമല്ലോ, പകുതി വെച്ചൊരു വീക്കെൻഡ്. നമ്മളെ കഴിഞ്ഞ തവണ ഗോപികയൊക്കെ എവിക്റ്റ് ആയില്ലേ പകുതി വെച്ചിട്ട്. അതുപോലെ ഒരു മിഡ് വീക്കെൻഡ് അങ്ങനെ ഒരു വേർഡൊന്നും ഇല്ലടാ ഞാൻ പറഞ്ഞത്. പകുതി വീക്കിൽ വെച്ച് നടക്കുന്ന ലാലേട്ടൻ്റെ ഒരു വീക്കെൻഡ് വരാൻ ചാൻസ് ഉണ്ട്. ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അഥവാ ഈ മിഡ് വീക്കും നടന്നില്ല, ഈ പറയുന്ന ഭൂകമ്പം ടാസ്കും വന്നില്ല, എല്ലാ ആഴ്ചയും സിംഗിൾ എവിക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ സീസൺ 6 ബിഗ് ബോസ് ആദ്യമായിട്ട് ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററിയിലെ 100 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്ന ബിഗ് ബോസ് ആയിട്ട് മാറും. കാരണം ഇതുപോലെ ഈ സാധനങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ 110 ദിവസമുള്ള ബിഗ് ബോസ് അല്ലെങ്കിൽ 105 ദിവസമുള്ള ബിഗ് ബോസ് നമുക്ക് കാണാൻ പറ്റും. തമിഴ് ബിഗ് ബോസ് സീസൺ 7-ൽ സെയിം ഇതുപോലെ ആയിരുന്നു. ഈ ഡേ 42 ഒക്കെ ആയപ്പോൾ ഇത്രയും ആൾക്കാരൊന്നും അതിലില്ല.
ഇത്രയും ആൾക്കാരൊന്നും ഇല്ലടേ. എന്നിട്ട് പോലും ആ സീസൺ 105 ദിവസം അവർ എത്തിക്കുന്നതിനിടയിൽ കൂടി ഡബിൾ എവിക്ഷൻ, ഭൂകമ്പം ടാസ്ക്, മിഡ് വീക്ക്, ലാസ്റ്റ് ഫൈനൽ 6 പേര് വീട്ടിൽ കയറിയതിനു ശേഷം ടോപ്പ് 6 റൗണ്ട് ചെയ്ത് ടോപ്പ് 5 ആക്കി, പണപ്പെട്ടി ടാസ്ക്, ഇതെല്ലാം വെച്ച് അവർ മെനക്കെട്ട അവസാനം നല്ല ബുദ്ധിമുട്ടി അവസാനം 105 ദിവസം ഉണ്ടായിട്ട് പോലും. അപ്പം നമ്മുടെ 98 ദിവസമുള്ള ബിഗ് ബോസിൽ ആ തമിഴ് ബിഗ് ബോസിൽ ഡേ 42 ആയിരുന്നപ്പോൾ ഇത്ര ആൾക്കാർ പോലും ഇല്ല. എന്നിട്ട് പോലും അവർക്ക് പറ്റുന്നില്ല. നമ്മുടെ മലയാളത്തിൽ 10-17 പേരുണ്ട്. അപ്പോൾ ഇവർ എങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 110 ദിവസമുള്ള ഒരു ബിഗ് ബോസ് അല്ലെങ്കിൽ ഒരു 105 ദിവസമുള്ള ഒരു ബിഗ് ബോസ് നമുക്ക് കാണാൻ പറ്റും ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നത്. നാളത്തെ എവിക്ഷനിൽ ആരും ഔട്ടായിട്ടില്ല. ജാൻമണി മാത്രമാണ് എവിക്റ്റ് ആവുന്ന. ലാലേട്ടായിട്ട് കളിപ്പിക്കുന്നതാണ്. ആരും എവിക്റ്റ് ആയിട്ടില്ല. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചല്ലേ, ഡബിൾ എവിക്ഷൻ പ്രൊമോ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും അയ്യോ ആരുടെ എവിക്റ്റ് ആവുന്നത് നമ്മൾ ചിന്തിച്ചിരിക്കും. പക്ഷെ ആരും എവിക്റ്റ് ആക്കിയില്ല. അവിടെയാണ് ട്വിസ്റ്റ് വന്നത്. ആരും എവിക്റ്റ് ആക്കിയിട്ടില്ല, ആരും എവിക്റ്റ് ആയിട്ടില്ല. ഈ പ്രൊമോയൊക്കെ കാണുമ്പോഴും ലാലേട്ടൻ എപ്പിസോഡിലും പറഞ്ഞു വീട്ടുകാരൊക്കെ സേവ് അയ്യോ ഇന്നത്തെ കാര്യമില്ലേ ആയതുകൊണ്ട് നാളെ എന്താവുമെന്തോ എന്നുള്ള ലെവലിലൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരിങ്ങനെ ഒരുമാതിരി ഇരിക്കുകയാണ്. പക്ഷെ നാളെ ഇവരൊക്കെ, കാരണം ഇവരെല്ലാവരും വിചാരിച്ചിരിക്കും ഡബിൾ എവിക്ഷൻ നടക്കുമെന്ന്. കാരണം കഴിഞ്ഞ ആഴ്ച എവിക്ഷൻ നടന്നില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഡബിൾ എവിക്ഷൻ നടക്കും എന്ന് പറഞ്ഞവർ കരുതിയിരിക്കുമ്പോഴായിരിക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാലേട്ടൻ പറയുന്നത് നോ എവിക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്, നോ എവിക്ഷൻ എന്നാണ് അറിഞ്ഞത്. കൺഫേംഡ് ആയിട്ട് അറിഞ്ഞതാണ്. നമുക്ക് നോക്കാം. ജാൻമണിയുടെ എവിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ജാൻമണിയാണ് എവിക്റ്റ് ആയെന്ന് പറഞ്ഞു, ജാൻമണി എവിക്റ്റ് ആയി. ഇനി അടുത്ത് ഈ പറയുന്ന എവിക്ഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ബിഗ് ബോസ് സീസൺ 6ന്റെ ഈ എവിക്ഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോയുടെ താഴെ. എന്തൊക്കെ കാര്യങ്ങളാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ 50ാമത്തെ ദിവസം ആവാൻ പോകുന്നുണ്ട്. ഇനിയിപ്പം ലാലേട്ടൻ്റെ ഇന്നത്തെ വീക്കെൻഡ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഞാൻ വീക്കെൻഡിന്റെ റിവ്യൂ ആയിട്ടൊന്ന് വരാം. ഞാൻ ആദ്യം വന്ന് ഈ ഒരു അപ്ഡേറ്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ ആയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളത് പറയാമെന്ന്. നോ എവിക്ഷൻ ആണ്, ആരും പുറത്തൊന്നും ആയിട്ടില്ല. ശരണ്യം ശ്രീരേഖയാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എവിക്ഷൻ ഒന്നും നടന്നില്ല. ജാൻമണി മാത്രമാണ്, ഓൺലി ജാൻമണി. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പറയുന്ന ഭൂകമ്പം ടാസ്ക്, മിഡ് വീക്ക്, പിന്നെ പണപ്പെട്ടി, 110 ദിവസം, ഇതിനോടൊക്കെയുള്ള നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സാധനങ്ങളൊക്കെ മലയാളം ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റങ്ങൾ വരുമോ? നമ്മുടെ ബിഗ് ബോസ് ഒരു പുതിയ ബിഗ് ബോസ് ആയിട്ട് മാറുമോ? ലാലേട്ടൻ ഇന്നത്തെ വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ പറയും പോലെ ഭൂകമ്പം ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. മലയാളം ബിഗ് ബോസിനെ ഒരു പുതിയൊരു ഉണർവായിരിക്കും. ചിലപ്പോൾ പ്രസ് മീറ്റ് ഒക്കെ കൊണ്ട് കയറാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അങ്ങേ പ്രാവശ്യം ഒക്കെ വന്നതാണ് പ്രസ് മീറ്റ്. അപ്പോൾ ഈ സീസണിലും ഒരു പ്രസ് മീറ്റ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നും പറയാൻ പറ്റൂല ഏതൊക്കെയാണ് മാറ്റങ്ങൾ. നമ്മൾ അടിമുടി നമ്മൾ ഈ പ്രൊമോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സീസൺ ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടെ നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, ബിഗ് ബോസിൻ്റെ വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.